എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ನಮಸ್ಕಾರ. ನಾನು ನಿಮ್ಮ ಸ್ವಂತ ಅಭಿಜಿತ್ ಕುಮಾರ್, ನನ್ನೊಟ್ಟಿಗೆ ಅಭಿಜಿತ್ ಭಕ್ತನಿದ್ದಾನೆ. ಸೊ ಇವತ್ತು ಮೇನ್ ಸ್ಪೆಷಲ್ ಏನಂತಂದ್ರೆ ಬ್ಯಾಂಗ್ಳೂರ್ ಗೋಬಿ ಮಂಚೂರಿ ಮಾಡ್ತಿದ್ದೇವೆ. ಸೊ ನಮ್ಮೊಟ್ಟಿಗೆ ಪ್ರಣವ್ ಇದ್ದಾರೆ, ರಾಹುಲ್ ಇದ್ದಾರೆ, ಆದಿತ್ಯ ಇದ್ದಾರೆ ಹಾಗೂ ನಮ್ಮ ಓನರ್ ಆಗಿರುವ ಅಭಿಜಿತ್ ಇದ್ದಾನೆ. ഓക്കെ ശുക്രിയ. ഒട്ടും പ്ലാൻഡ് ഇൻട്രോ അല്ലായിരുന്നല്ലേ, ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു, ഭയങ്കര ക്യാഷിലായിരുന്നു. എന്താണ് ഇന്നുണ്ടാക്കാൻ പോകുന്ന എല്ലാരും? വെറും ഗോബി മഞ്ചൂരിയൻ അല്ല, ബാംഗ്ലൂർ സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ. അതെ, അതിനു വേണ്ടി ഞങ്ങൾ മംഗലാപുരത്ത് ഒരാളെ ഇറക്കി, സാക്ഷാൽ അഭിജിത് കുമാർ. അപ്പൊ ഇങ്ങനെ കൊണ്ടാണ് ഇന്ന് നമ്മള് ഗോബി മഞ്ചൂരിയൻ. അതെ അതെ അതെ. നിങ്ങളുടെ ടൊയോട്ടയിൽ പ്ലാന്റിൽ സാധനം ഉണ്ടാക്കാറുണ്ടോ? അതെ അതെ. അങ്ങനെ ബാംഗ്ലൂർ സ്പെഷ്യൽ കോളിഫ്ലവർ ആണ്. എടാ ഇത് കഴുകിയില്ലേ? ഇതില് പുഴുണ്ട്, ഇതില്. ഇതെല്ലാം കൂടെ വയറ്റി പോവും. അയ്യോ, ബാംഗ്ലൂര് ഇവര് ഗോപി മഞ്ചൂരിയൻ ബാൻഡല്ലേ, വിഷയാവൂ. ഇത് കേരളത്തിലാണ്ട് കുഴപ്പമില്ല. ഇത് നല്ല കഴുകി എടുക്കണം കേട്ടോ, മഞ്ഞള വെള്ളത്തില് സെറ്റാക്കി എടുക്ക്. ഗോബി ഉണ്ടാക്കാൻ വേണ്ടി സോസ് ഉണ്ട്. സോസ് മാത്രല്ല ഗോബി ഉണ്ടാക്കാൻ. ഇത് എന്തോടാ, എണ്ണയോ? ഇത് മറ്റേ ഇത് എന്തോ മല്ലിയില. ഇതെന്തോടാ, കറിവേപ്പില അല്ലേ? കറിവേപ്പില. ഒരു വലിയൊരു പട്ട വെള്ളമുണ്ട് കേട്ടോ, വെള്ളം. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഐറ്റംസ്, പിന്നെ ഗോബി കഴുകണം കേട്ടോ. ഇതിന് ബാക്കി പാത്ര ഐറ്റംസ് എല്ലാം ഉണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി സോസ്, തക്കാളി അല്ലല്ലോ, സവാള, വെളുത്തുള്ളി, സോയാ സോസ്, പിന്നെ ഇത് ക്യാപ്സിക്കം. അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവിടെ മൾട്ടി ടാസ്കിംഗ് ആണ്. രാഹുൽ എന്ത് ചെയ്യുക? രാഹുല് അടുപ്പ് സെറ്റ് ചെയ്യുന്നു. പിന്നെ ഇവന്മാരെന്ത് ചെയ്യോ? അഭിജിത് ബ്രോ എന്ത് ചെയ്യോ? അഭിജിത് ബ്രോ എന്തുവാ, സവാള ഗിരിഗിരിയാണോ? നീ എന്ത് ചെയ്യുവാണ്? നീയും വ്ളോഗ് എടുക്കുക അല്ലേ? വ്ളോഗ് എടുക്കുന്നു. പ്രണവ് എന്ത് ചെയ്യുക? കറക്റ്റ് ബംഗാളി. कॉलीफ्लावर कट करता है? हाँ भाई, हाँ भाई. ये क्या है भैया? कॉलीफ्लावर भाई. ओ, ये कॉलीफ्लावर में पूरा पुरु है. अच्छा तरह क्लीन कर दो. हाँ भाई, मैं पानी से क्लीन करेंगे. ओके भैया. അഭിജിത് ബ്രോ, പച്ചക്കറികളിൽ ഏറ്റവും വിഷമം തരുന്ന സാധനമാണ് ഇത് സവാള. ഭയങ്കര കരച്ചില്ലല്ലേ? കണ്ണീര് വരുന്നില്ലല്ലോ. വിട പറയുകയാണോ? ഒരു ഫാക്ട് ഉണ്ട്, എന്താ അറിയോ? എന്താ? ഇതിന്റെ തൊലി, എന്റെ കൂട്ടുകാരൻ പറഞ്ഞത്, തൊലിയില്ലേ തല വെച്ചാല് കണ്ണിന് വെള്ളമൊന്നും വരത്തില്ല. ഭയങ്കര ഭയങ്കര തന്നെ. സയൻസ് ഓഫ് സ്റ്റുപ്പിഡ്. അല്ല, മറ്റേ സംഭവം ഉണ്ടല്ലോ, മറ്റേ ഹിഡൻ ടാലന്റ്, കീപ്പ് ഇറ്റ് ഹിഡൻ. ഇനി ആവർത്തിക്കരുത്. നിങ്ങൾ ഈ ഗോബി ഉണ്ടാക്കാൻ നേരത്തെ ഈ പുഴു എന്ന സാധനം കണ്ടോ? പുഴു കണ്ടില്ലേ? നിങ്ങൾ പലപ്പോഴും ഗോബി ഉണ്ടാക്കാൻ നേരത്തെ കോളിഫ്ലവർ ഒക്കെ ചുമ്മാ ആയിരുന്നു, പക്ഷെ ചെയ്യരുത്. ഇതിനിടയ്ക്ക് പുഴു ഉണ്ടാകണ്ട, ഒരു പുഴു ഉണ്ടാവും. ഇനി പച്ചപ്പുഴു ഉണ്ട് അതിനിടയ്ക്ക്. അതാണ് ഒന്നും കാണത്തില്ലേ പച്ചപ്പുഴു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കടയിലൊക്കെ പോയി ഗോബി കഴിക്കുമ്പോഴേ ഇവര് അരിയുന്നുണ്ടോ വൃത്തിയാക്കുന്നുണ്ടോ നമ്മൾ ആരും അറിയുന്നില്ലല്ലോ. നോക്കുമ്പോ പുഴുവൊക്കെ ഫ്രൈ ആയിട്ട് കിടക്കുന്നതാണോ? എന്ത് ടേസ്റ്റ് ആണ്, നക്കി അടിച്ച് തിന്നുകയോ ചെയ്യും. ശരിക്കും പറയും ഇത് കഴിയണം. നോക്ക്, പുഴു ഉണ്ടോ അതിനിടയ്ക്ക്? നീ കണ്ടാ ഇഷ്ടം പോലെ പുഴു. നമ്മള് കോളിഫ്ലവർ അരിഞ്ഞിട്ടിട്ട് നമ്മള് മഞ്ഞൾ വെള്ളത്തിൽ കഴിവാണ്. കാരണം മഞ്ഞൾ ഇട്ടാൽ എന്തെങ്കിലുമൊക്കെ ടോക്സിൻസ് ഒക്കെ ഉണ്ട് പോവും. അപ്പോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞങ്ങളൊരു ഡ്രിങ്ക്സ് ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നല്ല ശുദ്ധമായ, എന്റെ വ്ലോഗിലുണ്ട്, ഇവന്റെ വ്ലോഗിലുണ്ട് നാടൻ സംഭാരം. രാധാസ് നാടൻ സംഭാരം. ആർക്കൊക്കെ വേണം രാധാസ് നാടൻ സംഭാരം? വേണോ? 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 സംഭാരം വേണോ? ഇല്ല. സവാള ഗിരി. അടുപ്പത്തിക്കാടാ, അടുപ്പത്തിക്ക. എന്നാലേ രാത്രി ആവുമ്പോ തീ കത്തത്തുള്ളൂ. രാവിലെ വേണ്ട തീ കത്തിക്കാൻ പോണ. മംഗളകർമ്മം മഞ്ചലിൽ ആരംഭിക്കണം. തീ കത്തിച്ച് പാത്രം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ പരിപാടി? മാരിനേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. മാരിനേഷൻ കൊലടമരെ കോൺഫ്ലോർ സാധനമൊക്കെ ഇട്ട് മാവല്ല. എന്തൊക്കെയാടേ കാണിക്കുന്നത് നിങ്ങള്? മതിയടാ, ഉപ്പത്ര മതിയോ? ഉപ്പത്ര മതി. തൊട്ട് വയ്ക്കട ചൂടായെന്ന്. ചൂടാ. ഇനി എണ്ണ വെച്ചോ. എടാ തിളച്ച സാധനം. വറക്കാനുള്ള എണ്ണ ഒഴിക്കും കേട്ടോ, അത്യാവശ്യം. അടുപ്പിന് ചെറിയ ചരിവുണ്ട്. ഇപ്പൊ മോഹൻലാൽ ഫാനായി കൊണ്ടിരിക്കും.
എന്തായി ബ്രോ? എന്താ പറഞ്ഞേ? മോഹൻലാൽ ഫാൻ ആയണ്ട് എവിടെ എടുത്ത് എന്താ ബ്രോ ഇത്? ഇതാണ് ബാംഗ്ലൂർ സ്പെഷ്യൽ ഗോബി മഞ്ചൂരി. അത് തന്നെ. ദൈവമേ. ബ്രോ ഗോബി മഞ്ചൂരി എണ്ണയിലിട്ട് വറക്കാൻ പോകും. ബാംഗ്ലൂർ സ്റ്റൈൽ. യെസ്. കയ്യിൽ എണ്ണ കറിക്കില്ലേ? കുറച്ച് കുറച്ച് കൊടുത്താൽ മതി, മനസ്സിലായോ? ഓരോ ട്രിപ്പായിട്ട് ബാംഗ്ലൂർ എല്ലാരും വാങ്ങേ ഇളക്കി കൊടുക്കല്ല, അടിക്കടിയും കേട്ടോ. നമ്മള് കോരി എടുത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലുതായിട്ട് അറിയത്തൊന്നുമില്ല. അറിയാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ രാവിലെ? നമുക്ക് കഴിക്കാനേ അറിയത്തുള്ളൂ. ഈ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ മാവ് പിടിക്കണം കേട്ടോ. ഇതൊന്നും ആയിട്ടില്ല. ഇനി അപ്പൊ അടുത്ത സെറ്റ് ഇട്ടോ. ആദ്യത്തെ എന്താ പരിപാടി? അപ്പൊ നമ്മൾ ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം സെറ്റ് ചെയ്യുക. ഇന്നേക്കൊരു പൊടി എല്ലാരും വാങ്ങേ. എല്ലാരും വാങ്ങേ. അല്ല, ഇതൊന്ന് കഴുകി കളഞ്ഞേ. ക്യാപ്സിക്കം നല്ലപോലെ കഴിയും കേട്ടോ. നല്ല വിഷം അടിക്കുന്ന സാധനമാണ്. നമ്മൾ അടിപൊളിയാണെന്നൊന്നും പറയത്തൊന്നുമില്ല അല്ലേ? നമ്മളെ ജെന്യുവിൻ അഭിപ്രായം പറയാൻ പോവാ. അതെ, ഫ്രാങ്ക് ആയിട്ട് കൊള്ളത്തില്ലാന്ന് തന്നെ പറയും, അത്രേ ഉള്ളൂ. കാരണം ഇത് നമ്മുടെ ഫസ്റ്റ് ട്രൈ ആ. അതെ, നമ്മള് എക്സ്പീരിയൻസ്ഡ് കുക്കോ നമ്മളെ അമ്മമാരോട് ചോദിച്ചിട്ടോ അങ്ങനെ ഒന്നും അല്ല ഉണ്ടാക്കണേ. അറിയാവുന്ന പോലെ, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മള് യൂട്യൂബ് പോലും നോക്കിയിട്ടില്ല. നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഇത് ഉണ്ടാക്കും. അതെ, അത്രേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞോ, കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഫ്രാങ്ക് അല്ല, ഫ്രാങ്ക് അത് തന്നെ. ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞോ. അതെ 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 അതെ, എന്തും പറയാം. ക്യാമറമാൻ പ്രണവിനോടൊപ്പം ആദിത്യൻ ജി. എന്താ ബ്രോ അവിടെ നടക്കുന്നത്? തിന്നോടാ, തല വെട്ടുന്നു. ഓ എന്റെ പോലെ ഇച്ചാതി. തിന്നോടാ, സിമന്റ് കോരുന്നത്. ഡോൺ കളിക്കുവാന്നോ ഞങ്ങളുടെ ഏരിയ കിടന്നു? ജാസ്തി മാത്തോട്ട് ബേടാ. സവാള ഇടുകയാണ് വഴറ്റാൻ വേണ്ടിട്ട്. ഉപ്പിടണം. ഓ സൂപ്പർവൈസർ ഓമ്ര. ഇതെന്താ ബ്രോ? ഉപ്പോ ഇടണം വഴറ്റാനായിട്ട്. ഭക്തൻ സാബ് എന്ത് സംഭവിക്കും? ഉണ്ടാക്കി നോക്കാൻ എന്താണ് സൈസ് കുറഞ്ഞ വരുന്നുണ്ടോ? എല്ലാരും ഇളക്കിക്കോ. അപ്പൊ എല്ലാരും ഇളക്കി. ആയിത്തിനാണ് നമ്മുടെ അബി ഇത്തിരി ഇളക്കം കൂടുന്നുണ്ട്. നമ്മുടെ പോയിക്കര ആര്? രാഹുൽജി ഇങ്ങോട്ട് ഇളക്കേ. ഇളക്കാന്ന് പറയുമ്പോ എനിക്കിങ്ങനെ കുമ്പിട്ട് വയ്ക്കാനും എന്ത് പടുക്കായി അങ്ങ് വിതറു അങ്ങ് ചളി. കൊറേ ദിവസമായില്ലേ വീഡിയോ എടുക്കാൻ. അതിന്റെ സ്റ്റോക്ക് ഇറക്കിയതാ. എല്ലാം കൂടി ഇളക്കി കഴിയുമ്പോ പിന്നെ വഴലാനുണ്ട്. ഇനി എന്താ മനസ്സിലായില്ലേ? വഴറ്റാൻ. അടുത്ത കടയുണ്ടോ? ടംഗ്ലീനർ മേടിച്ചു കൊടുക്കും. സന്തോഷായി. ബാംഗ്ലൂരിൽ ലൂക്ക് മേടിക്കുന്നത് ഇപ്പൊ ഒന്നുമില്ല മാത്രം. കണ്ടോ സോസ് ഒക്കെ ഇട്ടാണ് ആദ്യം മറ്റൊരിടില്ല. വായി വെക്കാൻ കൊള്ളതായിരിക്കും കേട്ടോ. പാൽക്കപ്പ എങ്ങനെ ഉണ്ടായിരുന്നു? ട്രൈ ചെയ്യണം അല്ലേ? രാഹുൽ റെസിപ്പിയാണോ? എന്ത് വീണു? ചില്ലി സോസ്. വെള്ളം ഇവിടെ. ഇന്നത്തെ ഗോപി മഞ്ചൂരി എന്തായി തീരും? നമുക്ക് പ്രതീക്ഷിക്കാം. കൊള്ളാമായിരിക്കും. എന്താ ഇനി ഒഴിക്കണ്ടേ? അടുത്ത പൊട്ടിക്കുന്നു. അടുത്ത കണ്ടിട്ടാ ഉള്ളത്. ഇത് വിജയിച്ചാൽ നമ്മളിനി പിന്നെ ഉണ്ടാക്കും. അതെ അല്ലേ? ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാക്കുന്ന ആണുങ്ങളാണ്. അറിയാ? വലിയ വലിയ റെസ്റ്റോറന്റിലെല്ലാം ഷെഫ് ആണുങ്ങളല്ലേ? ആണുങ്ങളുടെ ഫുഡിനല്ലേ ടേസ്റ്റ്. എന്നുവെച്ചാൽ പെണ്ണുങ്ങളെ മോശമെന്നല്ല. പണ്ട് പിഷാരടി പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആണുങ്ങൾക്ക്. മയില് അവനെ നോക്കൂ. അതാണ് വോട്ടർ ഐ ഡി. വോട്ട് ചെയ്യാൻ പോകുമ്പോ ഇത് ഏത് ബംഗാളി നേരെ എത്ര സ്പൂണാ? പെപ്പർ കുറേട്ടല്ലടാ. ഒന്നാമത്തെ എരിവുണ്ട്, നല്ല എരിവുണ്ട്, നല്ല ഉപ്പുണ്ട്.
എരിവുണ്ട്, നോക്ക് കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? സെറ്റ് കഴിച്ചിരിക്കുക. അടിയിലാ കിടക്കുന്നേ. നമ്മള് വെട്ടത്തിന് രാത്രി കഴിക്കാൻ പോവാണ്. പൊറോട്ട മേടിക്കാൻ പോയ രാവിലെ അല്ലേ. അപ്പൊ രാത്രി കഴിക്കാൻ വേണ്ടി വെട്ടമൊക്കെ നമ്മുടെ കുറച്ചുകൂടെ ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ട് നല്ല റിച്ച് വെട്ടം. ഭയ്യ പൊറോട്ട എടുക്കണ്ടേ? സെർവ് കർദോ. രാഹുല സെർവ് ചെയ്യുന്നത്. ഇത് എന്തുവാടാ എണ്ണ കോരി കുളിച്ചിരിക്കുകയാണല്ലോടാ. ഇപ്പൊ എണ്ണ എല്ലാം പൊന്തി വന്നു കണ്ടോ. സെർവ് ബാംഗ്ലൂർ സ്പെഷ്യൽ ഗോപി. അങ്ങനെല്ലാം മറന്നിട്ട് വന്നിരിക്കുകയാണ് ബാംഗ്ലൂര്. ആൾക്ക് ബാംഗ്ലൂർ കൊടുത്തേക്കാം. ട്രൈ. എന്റെ അഭിപ്രായം പറ, സത്യസന്ധമായ അഭിപ്രായം. ഓക്കെ ഗൈസ്, നമ്മൾ ഈ വെയിലത്ത് കഷ്ടപ്പെട്ട് ഗോപി മഞ്ചൂരി ട്രൈ ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ. പിന്നെ ട്രൈ ചെയ്യട്ടെ? ഓൾ യുവർ പെർമിഷൻ. യെസ്. ഇവിടെ അടുത്ത് ആശുപത്രി ഉണ്ടല്ലോ അല്ലേ? മാലക്കര ആശുപത്രി അല്ലേ? അല്ല, ഇവിടെ വലിയ ഏക്കറോളടക്കം പറമ്പ് കിടപ്പുണ്ട്. ചൂടുണ്ട്. ജെനുവിൻ അഭിപ്രായം പറ. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലാന്ന് പറ. മറ്റേ കൊള്ളത്തില്ല അല്ലേ? എന്താ പോരായ്മ പറ. ഫസ്റ്റ് ഒന്നാമത് ഇതിന്റെ കോട്ടിങ് നമ്മള് അത് ശരിയായിട്ടില്ല, അത് നമുക്കറിയാം. മാവ് പിടിച്ചിട്ടില്ല. ഇത് വെന്തിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, സോസ് ഒക്കെ ഉണ്ട്, എരിവുണ്ട്. പക്ഷെ ആ ഗോപിയുടെ കോട്ടിങ് ശരിയായില്ല. കോട്ടിങ് ശരിയില്ല, പക്ഷെ ആ ഒരു ടേസ്റ്റ് അത്രേ ഉള്ളൂ. അത് റെഡിയാവും നമ്മള്. അതെ, അത് ശരിയില്ല. ഞങ്ങൾ ഇന്നലെ ഗോപിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇന്ന് രാവിലെ അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ നമ്മൾ രാവിലെ അവിടെ ആര്യാസിൽ കഴിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും 4 മസാല ദോശ, ഞാനും ഒരൊറ്റ ഇഡ്ഡലി. ഓട് വണ്ണ വിട്ടേരാട്ടെ. മിസ്റ്റർ ഡ്രൈവർ, ഇന്ന് നമ്മള് ഏത് വഴിയാ, എങ്ങോട്ടാ പോകുന്നത്? അതെനിക്കറിയാം. രാവിലെ തന്നെ ചൂടുള്ള ചളി. ആങ്ങമൊഴി. അവിടെ എന്താ സ്പെഷ്യല്? അവിടെ എന്താ ടൂറിസ്റ്റ് സ്പോട്ടാണോ? കൊട്ടവഞ്ചി സവാരിക്ക് പോകുന്നില്ലേ? പോയ നമ്മള് അൽഫാമായിട്ട് എനിക്ക് വരുന്നത്. അയ്യോ, നല്ല ചൂടാ. പോയിട്ടുണ്ടോ ഇവിടെയൊക്കെ? ഇല്ലില്ല, പോയിട്ടില്ല. ആദ്യമായിട്ടാ പോകുന്നത്. സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു, ഗ്രാമീണ ഭംഗി, പ്രകൃതി രമണി അല്ലേ? ഇത് നമ്മൾ പണ്ട് ഷൂട്ട് ചെയ്യാൻ വന്നിട്ടില്ലേ ഇവിടെ? അതെ അതെ അതെ. അതുകൊണ്ട് ആ വളവിനായിരുന്നു. അതാണ്ട് ഇവിടെ ഇതല്ലേ നമ്മളിരുന്നേ. കടമട്ട എത്തി. നമ്മുടെ അഭിജിത്ത് ബ്രോയുടെ ശരിക്കുള്ള സ്ഥലം കടമട്ടയാണ്. ഇവിടൊക്കെ അറിയാം എപ്പോഴും. നാട്ടുകാരൊന്നുമില്ല. അപ്പൊ ഇനി ആങ്ങമൂഴിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനി 38 കിലോമീറ്റർ ഉണ്ട്. പ്രമോഷൻ ചെയ്യുന്നുണ്ട്, കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഫേസ്ബുക്കിൽ എടുക്കുമ്പോ തന്നെ. അതെ അതെ. അപ്പൊ ഇതിലെല്ലാം ഈ ഓരോ അമ്പലത്തിന്റെ ഈ ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണ്. അവിടെ പോയപ്പോ ഇന്നതായി എന്നൊക്കെ പറഞ്ഞ് പ്രമോഷൻ. അങ്ങനെ പ്രമോഷൻ ചെയ്യാറൊന്നുമില്ല. അല്ല, ഉള്ളനാട് ഓരോരുത്തർ വന്ന് പറയുന്നേ ഉള്ളൂ, പ്രമോഷൻ അല്ല. ഇത് അമ്പലത്തിന്റെ ഒരു പേജ് ഉണ്ട്. ഓരോരുത്തരുടെ ഇൻസ്റ്റാ കൊളാവൊക്കെ ഇടുന്നത്. ഇതൊക്കെയാണ്
എത്ര വർഷം പഴങ്ങാണ്? പഴയതാ. നമ്മളുടെ ചൂട് മാറിയിട്ട് ഇവിടെ നല്ല തണുപ്പ്. ഇനി ഉറങ്ങാതെ വെളിയിൽ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഉറങ്ങിയിരിക്കുന്ന രണ്ടുപേരോട് അവരോട് മയങ്ങി. നമ്മള് പോകുന്ന വഴിക്കാണ് മണിയാർ ഡാം. അപ്പം മണിയാർ ഡാമിന്റെ ഏരിയ ആണ് കാണുന്നുണ്ടോ. നല്ല വെള്ളമൊക്കെ ഉണ്ട്. വെയിലാണെങ്കിലും വെള്ളമുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. ഇവിടെ വണ്ടി ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇവർ എക്സ്പേർട്ട് ആവും. അതെ, നമ്മ അവിടെ എന്താ ഇമ്മ നേരെയുള്ള റോഡിൽ കൂടെ 2 വട്ടം പഠിപ്പിക്കും. നമ്മള് ചിറ്റാറിനാണ് സ്ഥലം കേട്ടോ. ചിറ്റാറ് നല്ല വലിയ ടൗൺ ആണ് ചിറ്റാർ. സീത പണ്ട് ഇവിടെ വന്നൊരു തോട്ടി വന്ന് കുളിച്ചായിരുന്നു, മനസ്സിലായോ? ഇങ്ങനെയാണ് സീത തുടർന്ന് പേര് വന്നത്. എൽബ് ഓടിട്ട വണ്ടികളെ ബാക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവിംഗ് പഠിച്ചു വിടുന്നത്. അതെ, അത് ഇത് അടിച്ചു കഴിഞ്ഞാൽ അവര് പേടിച്ചു പോവാന്. അടിക്കാൻ ഇങ്ങനെ തരിക്കുന്നുണ്ട്. അതെ, അവര് പഠിച്ച് വളരട്ടെ. നമ്മളും കൂടെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞല്ലേ വന്നത്. അതെ ഗൈസ്, ഇതാണ് ആങ്ങമൊഴി. ഇവിടെ പക്ഷേ കൊട്ടവഞ്ചി സവാരി ഒക്കെ ഉണ്ട്. വെള്ളമില്ല, അതുകൊണ്ട് കൊട്ടവഞ്ചി സവാരിയും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് ആങ്ങമൊഴി ജംഗ്ഷൻ. ഇവിടെ എന്തോ ഇലക്ഷൻ പ്രചാരണമൊക്കെ നടക്കും കേട്ടോ. ഒട്ടും വെള്ളമില്ലല്ലോ. പിന്നെ തിരിച്ചു വന്നു, വഴി തെറ്റിപ്പോയി. ഇവിടെ ഇലക്ഷൻ പ്രചാരണം അതെ, ആന്റോണിയുടെ പ്രസംഗം കഴിഞ്ഞു. ഞങ്ങളുടെ ആങ്ങമൊഴി കൊട്ടവഞ്ചിയിലാണ് വന്നിരിക്കുകയാണ്. ഇവിടെ കൊട്ടവഞ്ചി ഒന്നുമില്ല, കാരണം ഇവിടെ വെള്ളമൊന്നുമില്ല കണ്ടോ. ഫുൾ ചെളി വെള്ളം. എന്തോ വെള്ളമാണല്ലടാ. ആഴമുണ്ടോ? രാവിലെ ഇവിടെ വന്നിട്ട് കേട്ടോ. ഞാൻ ഇവിടെ പണ്ട് വന്നിട്ട് കൊട്ടവഞ്ചിയൊക്കെ നടത്തിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. നല്ല വെള്ളമായിരുന്നു. ഇപ്പൊ വെള്ളമൊന്നുമില്ലല്ലോ, വറ്റി കിടക്കല്ലേ. ഇതെന്തോ മഴവെള്ളമാന്ന് തോന്നുന്നു, കെട്ടി കിടക്കുക. ബ്രോ, ഞങ്ങളുടെ നാടൊക്കെ എങ്ങനെയുണ്ട്? നൈസാണോ? അടിപൊളിയാണോ? ഈ നാട് അടിപൊളിയാണ്, സൂപ്പർ ആണെന്ന് കന്നഡ പറഞ്ഞേ. ಈ ಊರು ಒಳ್ಳೆ ಚೆನ್ನಾಗಿದೆ. ചെന്ന വെച്ച കടല അതറിയാം. ಒಳ್ಳೆ ಇದೆ എന്ന് പറയും. ಮತ್ತೆ ಈ അയ്യോ ഊഷ്മളത ഇല്ല കേട്ടാകത്തില്ല. ഊഷ്മളത താഴെ വീടല്ല, പൊതഞ്ഞു പോവും. പറ. ಚಿಮ್ಮಿ ಚಿಳಿಯುವ ಸೌಂಡ್. ಅದೇ ಇದೆ. ಸೊ ಅದೇ ಸೆಕೆ ಜಾಸ್ತಿ ಇದೆ, ಅದೊಂದು ಮೇನ್ ಪ್ರಾಬ್ಲಮ್. സെക്കൻഡ് വെച്ച വെയിൽ അത് മനസ്സിലായി. ജാസ്തി ശരിക്കും മനസ്സിലായി. അതെ കൊള്ളാം. ചെളിവെള്ളാ ശരി. ആ ഹൈറ്റിലൊക്കെ വെള്ളം വരും കേട്ടോ. അത് വെള്ളം പോകുന്ന ഇതാന്ന് തോന്നുന്നു കണ്ടിട്ട്. എടാ, ഇത് നിർത്തിയുടെ വർഷങ്ങളായെന്ന് തോന്നുന്നു കേട്ടോ. ആരും ഇല്ല ഇവിടെ. ഞങ്ങൾ നേരത്തെ വന്നപ്പോ നല്ല ഇതായിരുന്നു കേട്ടോ. ഫുള്ള് അടിപൊളിയായിരുന്നു. ഇപ്പൊ വെള്ളമില്ല, ഒന്നുമില്ല. ഇവിടെ നിർത്തിയിട്ട് 6 മാസം എന്തോ ആയെന്ന് ആരും വരാത്തോണ്ട്. അപ്പൊ നമ്മളൊരു ചേച്ചി അടുത്തുനിന്ന് നാരങ്ങ വെള്ളം കുടിക്കാൻ തരും. ഈ വഴി നേരെ വിട്ടാല് ഗവി എത്തി. പക്ഷെ നമുക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട്, പോകാൻ പറ്റത്തില്ല. പാസ് വേണം. ഇട്ടോ ഇതിന് കൊടുക്കാം. ആ മധുരം കുറച്ചുള്ള അത് ഡയറ്റല്ലേ. പേര് മാത്രം ഉണ്ടായിട്ടുണ്ട്. ഗോപി അടിച്ചപ്പോ ഗോപി അടിച്ചിട്ട് ഡയറ്റൊക്കെ മറന്നുപോയി. കോള എന്തോ ഒട്ടും കുടിക്കില്ല, മധുരം ഒട്ടുമില്ല. എന്തോ വലിയ സ്റ്റെപ്പാന്ന് നോക്കിയാല് അങ്ങ് മോളി വരെ ഉണ്ട്. കയറുന്നോടാ സ്റ്റെപ്പ്? കയറുന്നോ? നീ ഇവിടെ ഞങ്ങള് പോവാ ആക്കുവാ. ഇത് നമ്മുടെ ബ്രാൻഡാണ്. അതെ, മെഗ്ഡി. ബാംഗ്ലൂരിൽ മാത്രം കണ്ടപ്പെടുന്ന ഡയറ്റ് നാരങ്ങ വെള്ളം എങ്ങനെയുണ്ട്? കൊള്ളാവോ? അടുത്ത ആളോടി ഒറ്റ വലിയ കുടിക്കണം. ഞാൻ ഒറ്റ വെള്ള ആളാണിത്. 15 സെക്കൻഡ്. നമ്മളിനി ആങ്ങമൊഴി കഴിഞ്ഞ് ഇതിന് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ അയ്യപ്പൻ കോവിലാണ്. അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്നത് ഇവിടെ കുട്ടിക്കാരൻ കഴിഞ്ഞിട്ട് സ്ഥലം കൂടെ പോകണം. ഇവിടെ നിന്ന് ഒരു 79 കിലോമീറ്റർ ഉണ്ട്. 2 മണിക്കൂർ മതി. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇത്രയും വെയിലാണെങ്കിൽ നമ്മുടെ പത്തനംതിട്ടയിലെ പച്ചപ്പിന് ഒരു കുറവില്ലല്ലോടാ. നല്ല പച്ചപ്പല്ലേ.
അതാണ് നമ്മളെ നാട്. നമ്മൾ നേരെ പോയ ശബരിമല റൂട്ടാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് കണ്ടെടുക്കുകയാണ്. എരുമേലി പോകുന്ന വഴിക്കാണ് കേട്ടോ. ഇത് ആലപ്പാട്ട് പ്ലാപ്പള്ളി റോഡ്, ചെറിയ റോഡാ കേട്ടോ. ഇത് ഘോരവന. മൃഗം ഉണ്ടാവോ? മൃഗങ്ങൾ എന്തെങ്കിലും കാണുവോ? ഹെയർപിൻ ആണല്ലോ, ഹെയർപിൻ. ഘോരവനം എന്തല്ലേ, ഫുള്ള് മരങ്ങൾ. അടിപൊളി. കാടിന് പറ്റിയ പാട്ട്. ശബരിമല അന്നദാനം. ഇത് മറ്റേ ഇവിടെ ശബരിമല പോകുന്ന റൂട്ടാണ്. കുറെ ഇതേപോലെ ഹോട്ടൽ മകരജ്യോതി എന്നൊക്കെ പറഞ്ഞ ഇഷ്ടം പോലെ ഈ അയ്യപ്പന്മാർക്കുള്ള ഹോട്ടൽസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിവിടെ നേരെ പോയ എരുമേലി, ബാക്കിലോട്ട് പോയ ശബരിമല. പോകുന്നുണ്ട് വണ്ടികളൊക്കെ. ഇന്ന് നാളെ വന്നിരിക്കും, 1-ാം തീയതി ആവാറായില്ലേ. പാടുന്നുണ്ടോ? പാടുന്നുണ്ടായിരുന്നല്ലേ നമ്മള് പഠിക്കുമ്പോ ഓർമ്മയുണ്ട്. രാവിലെ സെന്റ് പഠിക്കുമ്പോ രാവിലെ ഇംഗ്ലീഷ് പാട്ട് പാട്ട് പാടും. ചില ദിവസങ്ങളിൽ ഇംഗ്ലീഷ് പാട്ടും പാടും. ഇപ്പൊ ഈ അഖിലാണ്ടം ഉണ്ടല്ലോ, ആ പാട്ട് കുടുംബശ്രീക്കൊക്കെ പാടുന്ന കേട്ടു. ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന ഞാൻ 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും പഠിച്ചോണ്ടിരിക്കുന്ന പാട്ട് ദൈവമേ കൈതൂഴാം, ആ പാട്ടായിരുന്നു. നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ നിർത്തി ഗൈസ്. നിങ്ങൾക്ക് ഏത് ഐസ്ക്രീം വേണ്ടുണ്ട്? കോൺ ഐസ്ക്രീം ഉണ്ട്. എനിക്കൊരു റെഡ് വെൽവെറ്റ്. വാ ഐസ്ക്രീം കഴിക്കാം. വാ. നമ്മളിപ്പോൾ കുട്ടിക്കാനം പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാനം പോകുന്ന വഴിക്കാണ്ട് ഇവിടെ ഒരു അടിപൊളി സീനറി ഉണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കാൻ നിർത്തും അല്ലേ. രാവിലെ വരണം, സെറ്റാണ് ഇവിടെ, അടിപൊളിയാ. ഡ്രോൺ പറത്താൻ പോവാ. കണ്ട ഇവിടെ നല്ല ഡ്രോൺ പറത്താൻ പോകുന്ന സ്ഥലമല്ലേ, നല്ല അടിപൊളി സ്ഥലമല്ലേ. പറത്തി വിസിലെടുക്കും മോനെ. ഇവിടെ വണ്ടിയിലൊന്നും ചെന്ന് കൊള്ളല്ലോ കേട്ടോ. എവിടെ പോന്ന് ഇനി കണ്ടു കിട്ടാൻ ബുദ്ധിമുട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. കാറ്റ് പിടിക്കായിരുന്നാ മതി. സാധനവണ്ടി, മീൻ വണ്ടിയുടെ പടം എടുക്കുന്നോ നിങ്ങള്? ആംബുലൻസ് ഇവിടെ ആനവണ്ടി സ്പോട്ടിങ് അല്ല, ആനവണ്ടി സ്പോട്ടിങ്. ഡ്രോണൊക്കെ പറത്തി ഡ്രോൺ തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. ഇവിടെ ലാൻഡിങ് പറ്റുമോ പൈലറ്റ്? മോശം വെതറാണോ? അതെ അതെ, കാറ്റ് പിടിക്കുന്നുണ്ട് സാധനത്തില്. ഇത് പറത്താൻ ഒരു സ്കില്ല് വേണം, അല്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല, അറിയോ? യെസ്, കാറ്റ് കൊള്ളണ പോലെ പുഴുകിയിരിക്കുക.
നല്ല കളർ വെള്ളമേ. പച്ച വെള്ളം ഇച്ചിരി പച്ച കൂടി കെട്ടിയിരുന്നപ്പം പൊടിയത്തങ്ങാണ് സ്കൂട്ടറെ പോയാൽ തീർന്നു. ഇവിടുത്തെ ഒരു പട്ടണമാണ് മേരിക്കുളം. എന്ത് കുളം കണ്ടാലും മാരാരിക്കുളം. രാവിലെ ചളി അടിച്ചു എന്താ ഇങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. കണ്ടോ, സംഭവമൊക്കെ കൊള്ളാം. പക്ഷെ ഇവിടെ ആരുമില്ല. ഇതെന്തോ മരുഭൂമി വരെ. ഇത് ആടുജീവിതയുടെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. മരുഭൂമി വരെ കിടക്കുക. നോക്ക്, ഒന്നുമില്ല ഇവിടെ. ആദ്യത്തിനടുത്ത കുറച്ച് വണ്ടിയുടെ ഡോർ വിഷ്വൽസ് നിങ്ങൾ കണ്ടോ. ഗൈസ്, എന്റെ ഫോർച്യൂണർ സ്റ്റണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ടൊയോട്ട മുതലാളിനെ പറ, നല്ല വണ്ടിയാണ്. പിന്നെ ഡ്രൈവർ കുഴപ്പമില്ലാത്തതുകൊണ്ട് നല്ലോണം. കുഴപ്പമില്ല. ആ ഒരു ഭാഗം സ്ലോ ചെയ്തിട്ട് ആടുജീവിതത്തിന് മ്യൂസിക് ഇടണം. പെരിയോലെ. അതെ 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 അതെ. നമ്മള് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു അടിപൊളി ഒരു സ്ഥലത്ത് ഇവിടെ ഒരു കള്ളശാപ്പുണ്ട്. കള്ളശാപ്പെന്ന് വെച്ചാൽ ഇവിടെ ഊണൊക്കെ കിട്ടും കേട്ടോ. കള്ളം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഊണ് കഴിക്കാൻ നിർത്തിയേക്കുക. ഇങ്ങനെയുള്ള നാടൻ ഊണും ബീഫ്, പിന്നെ മീൻ വറുത്തത്, അയല. എങ്ങനെണ്ടാ, സെറ്റല്ലേ? തേയിലത്തോട്ടത്തിൽ ഫോട്ടോഷൂട്ടിന് ഇറങ്ങി ഞങ്ങൾ. കണ്ടോ, നല്ല ഭംഗിയിലെ കാണാൻ. സൂപ്പർ അല്ലേ? അടിപൊളി, നല്ല രസമുണ്ട്. കുട്ടിക്കാരൻ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട് അഭിജിത് പ്രായ നാട് ഇവിടത്തെ കയറ്റി ഇവിടെ അവന്തോ അപ്ലോഡ് ചെയ്യാൻ പോവാ, പാഴ്സൽ ചെയ്യാൻ പോവാ. സമ്പർക്രാന്തിക്കാണ്. തുക്ലക്കാബാദ് WAP7 ആണല്ലോ ബ്രോ. TKD. അപ്പം WAP7 നമ്മുടെ കേരള സമ്പർക്രാന്തി വരുന്നുണ്ട്. അതിൽ കയറി നമ്മുടെ അഭിജിത് ബ്രോ മംഗലാരം പോവാണ്. അപ്പോൾ ഹാപ്പി ജേണി. സ്ലീപ്പർ അല്ലേ? ഓക്കെ. നിങ്ങളിന്ന് വെയിൽ കൊണ്ട് പോവില്ലോ ബ്രോ. കറക്റ്റ് വെയിലുള്ള സൈഡാണ് കിട്ടിയേക്കടെ. കൊള്ളാം. അപ്പോൾ ഹാപ്പി ജേണി. വൈകിട്ട് 8 മണിയാകുമ്പോൾ മംഗലാരം എത്തും. ഓക്കെ. എത്തും. ബൈ ബ്രോ. ഭയങ്കര സ്പീഡാണല്ലോ. ശരി ഓക്കെ, നടക്കട്ടെ. അങ്ങനെ കുട്ടിക്കാരൻ ട്രിപ്പും കഴിഞ്ഞു. നമ്മുടെ അഭിപ്രായം ഇവിടെ നിന്ന് നമ്മൾ യാത്ര പറഞ്ഞ് അയക്കുകയും ചെയ്തു. തിരിച്ചവിടെ നിങ്ങളുടെ ഒരാളെ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് വേറെ ആരും എടുത്തു ഒന്നുമില്ല. ബാക്കിയെല്ലാം കിടന്ന് ഉറക്കുമായിരുന്നു. അപ്പോൾ ഒരു ഫണ്ണി, കുറച്ച് കോമഡി ചളിയൊക്കെ ആയിരുന്നു പറഞ്ഞൊരു അടിപൊളി ചെറിയ വ്ളോഗായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ യാത്ര പോകാൻ പോവാണ്. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല, മറ്റേ ജയ്സൽമീർ ഉത്തരാഖണ്ഡ് ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോസ് ഒക്കെ ആ ട്രിപ്പിൻ്റെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആദ്യം മുംബൈ വഴിയാണ് ജയ്സൽമീർ പോകുന്നത്. അപ്പോൾ മുംബൈ പോകുന്നത് കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ്സിനാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ.